ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിഞ്ചാറിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മളിവിടെ മലപ്പുറത്ത് ഇതിന് പുളിഞ്ചാറെന്ന് പറയട്ടോ, നമ്മുടെ ഏരിയയിലൊക്കെ. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെയെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഉണക്കമീൻ ഇട്ടിട്ട് വെച്ചിട്ടുള്ളൊരു പുളിങ്കറിയാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് തേങ്ങ അരക്കാതെ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിവിടെ മുള്ളൻ മീൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏത് ഉണക്കമീനാണെങ്കിലും നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിതിലേക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഇത്ര സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു നാരങ്ങയുടെ അത്രയും വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മുള്ളൻ മീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല മാന്തളോ അങ്ങനെ തളയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് മുള്ളൻ മീൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ഈ പുളിയൊന്ന് പിഴിഞ്ഞെടുക്കുകയും അതുപോലെ തക്കാളി പച്ചമുളകൊന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളിയും പച്ചമുളകും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ തേങ്ങ ചിരവിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പുളിയൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം. ഇനി നമ്മൾ കറി തയ്യാറാക്കാനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ആദ്യം പിഴിഞ്ഞെടുത്തിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് പുളി ഒഴിക്കേണ്ട, പാകത്ത് പുളിയിൽ വേണം കറി തയ്യാറാക്കാൻ കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മളിതിൽ പച്ചമുളകാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ, എരിവിനായിട്ട്. അതാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക. അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് തക്കാളിക്കൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് പാകത്തിന് ചേർത്താൽ മതി കേട്ടോ. ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ നിന്ന് ഉപ്പ് കുറച്ച് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് ഉപ്പ് കഴിക്കും കറി. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മീൻ ഇട്ടതിന് ശേഷം തിളച്ചിട്ട് ആ ഉപ്പ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തക്കാളി. ഇനി നമുക്കത് വേവുന്ന ടൈം കൊണ്ട് തേങ്ങ അരച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളി വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ഉണക്കമീനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്കമീൻ ചേർത്തിട്ട് ഒരുപാടങ്ങ് തിളപ്പിക്കണ്ട കേട്ടോ. കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കറി ഒഴിക്കുമ്പോൾ ഒരുപാട് മുള്ളായിട്ട് തൊണ്ടയിലൊക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഉണക്കമീൻ ഇട്ടതിന് ശേഷം. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങാരവും കൂടി പാർന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങരവ് ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്കൊരു തവിയോ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഒരുപാടങ്ങ് തവി വെച്ചിട്ട് ഇളക്കി മറിക്കരുത് കേട്ടോ. കാരണം മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോയിട്ട് മുഴുവനും മുള്ളായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്താലും നമുക്ക് തിള കിട്ടും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് മീൻ വെന്ത് കിട്ടും ചെയ്യും. ഒരുപാടങ്ങ് ഉടഞ്ഞു പോയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് കറിവേപ്പില അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. നാടൻ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.